ഗുഡ് മോർണിംഗ്. അങ്ങനെ ബാംഗ്ലൂർ കൊച്ചി റൈഡിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇന്ന് ആദ്യമേ വണ്ടി കസ്റ്റമൈസൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് കൊച്ചിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേങ്കിൽ കൊച്ചി ഇവിടുന്ന് അടുത്ത് ചെന്നൈ ആയതുകൊണ്ട് ചെന്നൈ കവർ ചെയ്തിട്ട് കൊച്ചിക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ മിക്കവാറും ഞങ്ങൾ ചെന്നൈ കവർ ചെയ്ത് ഇന്ന് ചെന്നൈ കൂടും. ഞാൻ ആദ്യമേ അനീഷിൻ്റെ ഓഫീസൊക്കെ കാണിക്കാം. അനീഷ് വാറൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഇതാണ് അവരുടെ ബോർഡ്, മെയിൻ ബോർഡ്. ഇതാണ് അവരുടെ ഓഫീസ്. വീഡിയോഗ്രാഫിങ്ങും ഫോട്ടോഗ്രാഫിങ്ങും ഒക്കെയാണ്. അതുകൊണ്ട് ആരെങ്കിലും ബാംഗ്ലൂർ സൈഡിലുണ്ടെങ്കിൽ വന്ന് ഇവർക്ക് ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യേണ്ട നമ്പർ ഇവിടെ എഴുതിയേക്കാം. നമ്പർ സിക്കിം റൈഡിന് വരുന്ന ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് വരാനുണ്ടായിരുന്നു. അവിടെ വീട്ടിൽ വന്നു. ഇതാണ് അവരുടെ വീട്. പുള്ളിക്കാരനെ സംസാരിപ്പിക്കാം. ഇതാണ് ഞങ്ങൾ സിക്കിം പോകുന്ന ഒരു വണ്ടി. ഇത് സിക്കിം പോകാൻ വേണ്ടി ഹെൽമെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ಯಾವುದು ಸರ್? ಇದು ಫ್ರಾಗ್ ಮ್ಯಾನ್ ಡರ್ಟ್ ಸ್ಯಾಕ್ ಅಂತ. ದಿಸ್ ಇಸ್ ಫೈಬರ್ ಆಕ್ಚುಲಿ. അൺബോക്സിങ് ചെയ്യുകയാണ്. ಇದು ಔಟರ್ ಹೋಲ್ಡರ್. ಇದು ವಾಟರ್ ಪ್ರೂಫ್ ಬ್ಯಾಗ್. ಇಟ್ಸ್ ಈಸಿ ಟು ಮೌಂಟ್. ಸೊ ಎಷ್ಟೇ ಜೋರು ಮಳೆ ಬಂದರೂ 100% ವಾಟರ್ ಪ್ರೂಫ್. ಇದು ಅದು ಎಷ್ಟು ಬೇಕಾದರೂ ನೀವು ಆಮೇಲೆ ಏರೆಲ್ಲ ತೆಗೆದು ಯು ಕ್ಯಾನ್ ಮೇಕ್ ಇಟ್ ಸ್ಮಾಲರ್. ಇದರೊಳಗೆ ಹಾಕಿಬಿಡೋದು. ಬಕ್ಕಲ್ಕೆಲ್ಲ ಇದೆ. ಎಷ್ಟು ಲೀಟ್ರ್ ಹಿಡಿತದೆ ಅದು ಅದರಲ್ಲಿ? ಇದರಲ್ಲಿ ಕೊಟ್ಟಿದ್ರಲ್ಲ 52 or 60 ಲೀಟರ್ಸ್. ಇಟ್ಸ್ ಬೇಕಾಸ್ ಒಂದು ಕಡೆ ನೀವು ಆಲ್ಮೋಸ್ಟ್ ಎಷ್ಟು ಇದಕ್ಕೆ ಹೆಸರು ಅಂತ ಹೇಳೋದು? ಫ್ರಾಗ್ ಮ್ಯಾನ್ ഡർട്ട് സാക്ക്. ഇത് ഇതിൻ്റെ പേര് ഇങ്ങനെയാണ്, എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ഫ്രോഗ് മാൻ സാക്ക്. ഇത് 60 ലീറ്ററിൻ്റെ ഓരോരോ ബാഗാണ്. വണ്ടീൻ്റെ മേലേക്ക് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത് നല്ല ബോട്ടമിൽ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മൗണ്ട് ಮಾಡಿ അത് ആക്കി ಮತ್ತೆ ಪಕ್ಕದೆಲ್ಲ ಇದೆಯಲ್ಲ ಲಾಕ್ ಮಾಡಿ. ನೀವು ಅಡಿಷನಲ್ ಇದ್ರ ಮೇಲೆ ವಾಟರ್ ಪ್ರೂಫಿಂಗ್ ಹಾಕಬೇಕು ಏನಿಲ್ಲ. 6,500 ರೂಪಾಯಿ. 6,100 ಇವತ್ತಾಗಿ ಹೇಳ್ತಿದ್ದೆ എക്സാക്ട്. ഞങ്ങളുടെ സിക്കിം റൈഡിൻ്റെ അടുത്ത ഐറ്റമാണ്. ഈ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ 2-3 പരിപാടികളൊക്കെ ഉണ്ട്. ഐറ്റം എടുക്കണം. കസ്റ്റമൈസിന് ഓരോന്നോരോന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കസ്റ്റമൈസ് തുടങ്ങുന്നേക്കാൾ മുമ്പേ ഉള്ള വീഡിയോ ആണ്. അടുത്ത കസ്റ്റമൈസ് ആയി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. നമ്മുടെ പുതിയ ഹാൻഡിൽ ഫിറ്റാക്കണം. പൊളി ലുക്ക് വണ്ടിക്ക് ഇനി വരാൻ പോകും.
വണ്ടിൻ്റെ ഹെഡിലേക്ക് പോയെന്ന് നമ്മുടെ വണ്ടീൻ്റെ ബാക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അയച്ചു മാറ്റി വണ്ടീൻ്റെ അങ്ങനെ ഹാൻഡിൽ കണക്റ്റായി ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റിങ്സും എല്ലാം. അതുകൊണ്ട് കൂടി പറയണം. അങ്ങനെ ജോബിയാനിലെ കൂട്ടുകാർ നടന്നുകൊണ്ട് പോവുക. നമ്മുടെ ബുള്ളറ്റിൻ്റെ ഒരു കുഞ്ഞ് ലൈറ്റ് അത് മേടിക്കാൻ വേണ്ടി പോവുക. പിന്നെ അതിൻ്റെ കൂടെ മിറർ ചേഞ്ച് ആക്കുന്നുണ്ട്, പിന്നെ മിററും മേടിക്കുന്നുണ്ട്. എൻ്റെ മുഖം നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണാം. നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. കടയെന്ന് വെച്ചാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് തന്നെ കടയാണ്. റോയൽ എൻഫീൽഡ് അവരുടെ തന്നെ കട. അവിടുത്തെ സാധനങ്ങൾ തന്നെ മേടിക്കും. ഇവിടെ എല്ലാ സാധനവും കിട്ടും. നമ്മൾ മിററും കൂടി മേടിച്ചിട്ടുണ്ട്. ഹിമാലയൻ്റെ മിറർ ഒന്നെടുത്ത് കാണിക്കാം. ഇതാണ് മിറർ. എങ്ങനെയുണ്ട്? മാസ് ലുക്ക്. മിറർ ഫിറ്റാക്കാനുണ്ട്. കൊച്ചു കാര്യങ്ങൾ. മിറർ, ക്ലച്ച് കേബിള്, ഇതൊക്കെ നമ്മുടെ പഴയ ഐറ്റംസ്. അങ്ങനെ നമുക്ക് മറ്റേ ഹാൻഡിൽ ബാറിൻ്റെ ഫിറ്റാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഞങ്ങൾക്ക് വണ്ടിയൊക്കെ നന്നാക്കി തന്ന ആൾക്കാരാണ് ഇവർ. നവാസ്. പിന്നെ ഈ ഒരു ചേട്ടൻ ബൈ ആപ്പ നാം അസ്കർ. ഒരു രണ്ടുപേരാണ് വണ്ടി നന്നാക്കി തന്നത്. ഫുള്ള് റെഡിയായി. നമുക്കിനി അടുത്ത ലൊക്കേഷൻ ചെന്നൈയാണ്. അപ്പം പോകുന്ന വഴിക്ക് ഫുള്ള് ലൈറ്റിങ്സ് ഒക്കെ കാണിച്ചു തരാം. ഫോഗ് ലാമ്പ്, മിറർ, ഹാൻഡിൽ ബാർ, അങ്ങനെ ഫുള്ള് ഇതാ ഷോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പോവാം ഞങ്ങളുടെ വിജയനഗർ ഓഫീസിലേക്ക്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുവാണ്. സോക്കറേ ബൈ. ಬರ್ತೆ ಅನೀಶ್ ಕೂಡ ಕೂಡಿಯುಂಡು നമ്മുടെ നാരായൺ സാർ ಅವರು ಇದ್ದಾರೆ. ഓടുത്താ ഇದ್ದೇನೆ. ഇവിടുന്ന് ചെന്നൈ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പം കൊച്ചിയിലേക്ക് പ്ലാൻ ചേഞ്ച് ചെയ്തു. ഒന്ന് ഒന്നിക്കണം. ಆಯ್ತಲ್ಲ? ಓಕೆ ಬಾಯ್. നൈസ് റോഡിലെ ചാടി. നല്ല സൂപ്പർ റോഡാണ്. എത്ര സ്പീഡ് വേണമെങ്കിലും പോവാം. ഇത് പാലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. എന്ന് വെച്ചാൽ കുറച്ച് നേരം ഭക്ഷണം കഴിക്കാൻ. ഇതാണ് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വന്ന കട. എഗ് റൈസ്, ചിക്കൻ റൈസ് അല്ലേ? ചിക്കൻ റൈസ് ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പോകും. ജോബിയങ്ങൾ നമ്മുടെ വണ്ടി താണ്ട് ഇവിടെ. നമ്മുടെ വണ്ടി നിങ്ങൾക്ക് കാണിച്ചില്ല, ഞാൻ കാണിച്ചു തരാം. കണ്ട ഫുൾ ലൈറ്റിങ്സാണ്. ഫോഗ് ലാമ്പ്. നമ്മളവിടെ ഉച്ചയ്ക്ക് പണിയെടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. കണ്ട 4 ഇൻഡിക്കേറ്റർ.
ഫുൾ ലൈറ്റിങ്സ്. വണ്ടി മൊത്തം ലൈറ്റിംഗ് ആക്കി വെച്ചിരിക്കുക. അപ്പം ഞങ്ങളിനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം. നമ്മുടെ ചിക്കൻ റൈസ് അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. തൂക്കിയാണ് എടുക്കാം. തൂക്കിയിട്ടാട്ടെ ഇവിടെ ഇടുന്നത്. അവിടെ തൂക്കിയിട്ടിടുന്നില്ല. അവിടെ ഉണ്ടാക്കി. അങ്ങോട്ട് നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് കൊടുക്കും. അവളത് പ്ലേറ്റിലേക്ക് മാറ്റുന്ന പരിപാടിയാണ്. പ്ലേറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എൻ്റെ പ്ലേറ്റ് ചിക്കൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഒരു 2-3 മണിക്കൂറെങ്കിലും വേസ്റ്റായി. അവിടെ ഇവിടെയൊക്കെ നിർത്തി. 8:45 9 മണി ആയപ്പോഴേക്ക് ഞങ്ങൾ കൊച്ചിയിലെത്തി. ഇപ്പോൾ റൂമിലാണ് ഉള്ളത്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.